നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അവകാശ ദിനത്തിൽ ധർണയുമായി മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജന്റ് പെൻഷനേഴ്സ്. പെൻഷൻ പാസ്ബുക്ക് എല്ലാവർക്കും വിതരണം ചെയ്യണമെന്ന് ആവശ്യം. ബദൽ ജോലി ചെയ്ത കാലയളവ് പെൻഷന് കണക്കാക്കണമെന്നും ഭാരവാഹികൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവകാശ നിഷേധങ്ങൾക്കെതിരെ സംഘടിച്ച് സെറ്റ്കോ. പ്രതിഷേധ സൂചകമായി മാർച്ചും ധർണയും. വികലവും ദീർഘവീക്ഷണവുമില്ലാത്ത നയങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും പ്രതിനിധികൾ. ക്രിസ്മസ് ന്യൂ ഇയറിനായി ഒരുങ്ങി പഴശ്ശി. ഡാം ഗാർഡനിൽ വിവിധതരം പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആഘോഷം നാളെ മുതൽ തുടങ്ങും. ന്യൂ ഇയറും പുതുമകളുടെ പഴശ്ശി ഡാമിൽ കൊണ്ടാടാം. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ശമ്പള സ്കെയിലിലെ അപാകതകൾ മൂലമുണ്ടായ കുറവുകൾ പരിഹരിക്കുക, പെൻഷൻ പാസ്ബുക്ക് എല്ലാവർക്കും വിതരണം ചെയ്യുക, മുനിസിപ്പലിലെ അപാകതകൾ പരിഹരിക്കുക, പെൻഷൻകാർക്ക് ID കാർഡ് വിതരണം ചെയ്യുക, ബദൽ ജോലി ചെയ്ത കാലയളവ് പെൻഷന് കണക്കാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ അവകാശ ദിനമായ ഡിസംബർ 21 കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. പുരുഷോത്തമൻ സ്വാഗതം പറഞ്ഞു. A. ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. പെൻഷൻ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CH രാജൻ, KSSPU കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം KM ബാലചന്ദ്രൻ, NGOU സംസ്ഥാന കമ്മിറ്റി അംഗം PR സ്മിത തുടങ്ങിയവർ സംസാരിച്ചു. വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഉരുൾപൊട്ടലായിരുന്നു വയനാട്ടിലുണ്ടായി. ആ പ്രകൃതിക്ഷോഭത്തിന് നമുക്കറിയാം, ഇന്നും നമുക്കൊരു നയാ പൈസയുടെ ആനുകൂല്യം നൽകാൻ തയ്യാറില്ല. എന്നാൽ ഒരു മഴ പെയ്തു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള തെലങ്കാനക്കും ആന്ധ്രക്കും തമിഴ്നാടിനുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. P. ശശി പറയുന്നത് കേട്ട് KSUക്കാരെ അറസ്റ്റ് ചെയ്യുകയും കള്ളക്കേസെടുക്കുകയും ചെയ്യുന്ന പോലീസുകാരെ തെരുവിൽ യൂത്ത് കോൺഗ്രസ് കൈകാര്യം ചെയ്യുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി. DCC ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അബിൻ വർക്കി. കണ്ണൂരിൽ KSUക്കാരെ SFIയോടൊപ്പം പോലീസും വേട്ടയാടുകയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ യൂത്ത് കോൺഗ്രസ് ഇറങ്ങും. ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും അബിൻ വർക്കി പറഞ്ഞു. ഈ പോലീസ് ഓഫീസർമാർ പ്രത്യേകിച്ച് പേരെടുത്ത് തന്നെ പറയുന്നു. കണ്ണൂർ ACP രത്നകുമാറും ടൗൺ CI ശ്രീജിത്തും P. ശശിയുടെ നിർദ്ദേശം കിട്ടിക്കൊണ്ട് KSUക്കാരെയും കോൺഗ്രസുകാരെയും ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ പണ്ടത്തെ കണ്ണൂരല്ല എന്നുള്ളതും പണ്ടത്തെ കേരളമല്ല ഇത് എന്നുള്ളതും ഈ പോലീസ് ഓഫീസർമാർ മനസ്സിലാക്കണം. ഞങ്ങളുടെ കുട്ടികളെ ആക്രമിച്ചാൽ അതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും. തെരുവിലടിക്കു വരെ ഒരു സംശയവും വേണ്ട. ഈ പോലീസ് ഓഫീസർമാർ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ACP രത്നകുമാറും ടൗൺ CI ശ്രീജിത്തും അനാവശ്യമായി എന്ന് മാത്രമല്ല വളരെ ക്രൂരമായി KSUക്കാരെ ആക്രമിക്കാൻ തുനിഞ്ഞിരിക്കുകയാണ് കണ്ണൂരിൽ. P. ശശിയുടെ നിർദ്ദേശപ്രകാരമാണ്. P. ശശി ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, ബാത്റൂമിൽ പോകണ്ട എന്ന് പറഞ്ഞാൽ പോകില്ല, മൂത്രമൊഴിക്കാൻ പറഞ്ഞാൽ മൂത്രമൊഴിക്കുക. അങ്ങനെ ഒരു ACP, നാറിയ ACP ആണ് കണ്ണൂരിൽ ഇരിക്കുന്നത്. ആ ACPയുടെ നേതൃത്വത്തിൽ KSUക്കാരെ ഇനിയും ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവൻ പെൻഷൻ മേടിക്കാൻ പോകുന്നത് CPMന്റെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ഏതെങ്കിലും എച്ചിന് നോക്കിയ പെൻഷൻ ആയിരിക്കും. സർക്കാർ പെൻഷൻ അവൻ ജീവിതത്തിൽ മേടിക്കാൻ പോകുന്നില്ല. അത് പോരാഞ്ഞിട്ട് പറയുകയാണ്, ഇനിയും KSUക്കാരെ ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ ഉറപ്പായിട്ടും യൂത്ത് കോൺഗ്രസ് ഈ സമരം ഏറ്റെടുക്കും. യൂത്ത് കോൺഗ്രസ് അതിനെ ശക്തമായി നേരിടും. തെരുവിലടിക്കണമെങ്കിൽ തെരുവിലടിക്കാൻ ഒരു 353 അല്ലേ, അതിന് സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സുസ്ഥിര വികസനത്തിനായി NSS യുവത എന്ന പ്രമേയവുമായി CHM ഹയർ സെക്കൻഡറി സ്കൂൾ എളയാവൂർ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള സപ്തദിന സഹവാസ ക്യാമ്പ് സുശക്തം 2024 കാടാച്ചിറ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. കടമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രേമവല്ലി ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 21 മുതൽ 27 വരെയാണ് ക്യാമ്പ്. ഇതൊക്കെ നമുക്ക് നിർമ്മിച്ചു തന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഓർമ്മയ്ക്ക് ഒരു വർഷം അതിന് തുടർന്ന് കൊണ്ടുപോകാം. അങ്ങനെ ഒരു വർഷം അടുത്ത NSS കൂടെ വരും. അപ്പോൾ ഒരു വർഷം നിങ്ങളുടെ ഓർമ്മക്ക് സ്ഥായിയായി നിൽക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചെയ്യും. ഈ 7 ദിവസത്തിൽ നിങ്ങൾക്ക് ഒരു കൃത്യമായ ടൈം ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി 10 മണിക്ക് ലൈറ്റ് അടക്കുന്നത് വരെയുള്ള കൃത്യമായ ടൈം ടേബിൾ വെച്ചിട്ടാണ് നിങ്ങൾ ഈ 6 ദിവസം നിങ്ങളുടെ പ്രവർത്തിക്കേണ്ടത്. ആ പ്രവൃത്തിയിൽ എന്തൊക്കെ വരും, എന്തൊക്കെ വരണം, നമ്മുടെ പരസ്പര സൗഹൃദം വരണം, അതുപോലെ പാലിയേറ്റീവ് വരണം, അതുപോലെ പരിചരണത്തിന്റെ ഇത് വരണം, അതുപോലെ നമ്മുടെ ക്ലീനിങ് വരണം. ഇതിനൊക്കെ പുറമെ എന്ത് വേണം,
ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് ഇത് ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ച സ്കൂളാണ്. ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ച സ്കൂളിൽ ഒരു തരത്തിലും മാലിന്യങ്ങൾ അവിടെ ഇവിടെ അലക്ഷ്യമായി ഇട്ടുകൂടാ. അതൊക്കെ കൃത്യമായി വെച്ചുകൊണ്ട് നമ്മുടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഹരിതകർമ്മസേനയെ വിളിക്കാം, നമ്മുടെ HI ഇവിടെ സന്ദർശിക്കും, പഞ്ചായത്ത് മെമ്പർമാർ സന്ദർശിക്കും, അതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ സന്ദർശിക്കും. അതൊക്കെ നിങ്ങൾ ഇവിടെ അത് കൃത്യമായി ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. എളയാവൂർ CHM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുശക്തം 2024 സപ്തദിന സഹവാസ ക്യാമ്പിനാണ് കാടാച്ചിറ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായത്. ഇത്തവണത്തെ ക്യാമ്പിൽ സുഹൃത കേരളം, കൂട്ടുകൂടി നാടുകാക്കാം, സ്നേഹ സന്ദർശനം, ഹരിത സമൃദ്ധി, മൂല്യനിർമ്മാണം, സൃഷ്ടിപരതയിലൂടെ, സത്യമേവ ജയതേ, പുസ്തകപ്പയറ്റ് എന്നീ പ്രൊജക്ടുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാടാച്ചിറ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് സായുജ് നാരായണൻ അധ്യക്ഷത വഹിച്ചു. CHM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുഹൈൽ സി, CHM ഹയർ സെക്കൻഡറി PTA പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കെ, മാനേജർ ആഷിഖ് DV, കാടാച്ചിറ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷീജ കെ, PTA വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ TH, കാടാച്ചിറ ഹയർ സെക്കൻഡറി സ്കൂൾ HM സന്തോഷ് കുമാർ കെ, CHM ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് കോർഡിനേറ്റർ ആരിഫ് PP, TC പ്രവീൺ, ഇർഫാൻ NV, MPM അഷ്റഫ്, അസ്ലം വലിയന്നൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാലറിയാനായി. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ സംഭാവനകളെ തമസ്കരിച്ച് ചരിത്രം വളച്ചൊടിക്കാൻ അമിത്ഷായും BJPയും ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ അംബേദ്കറോടുള്ള ആദരസൂചകമായി റിപ്പബ്ലിക് ദിനം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ BR അംബേദ്കർ ദിനമായി ആചരിക്കുമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. റിപ്പബ്ലിക് ദിനത്തിൽ ഭരണഘടനയുടെ പ്രാധാന്യം ഉയർത്തിപ്പിടിച്ച് ജയ് ഭീം അംബേദ്കർ സമ്മേളനം സംസ്ഥാന തലത്തിൽ കോൺഗ്രസ് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെ കള്ളക്കേസെടുത്തതിനുമെതിരെ തലശ്ശേരി ടൗണിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശനത്തിനെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെയും കയ്യേറ്റം ചെയ്തത് BJP MPമാരാണ്. അതിനുശേഷം BJP MPമാർ രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി കൊടുത്തു. രാഹുൽ ഗാന്ധിയെ നിശബ്ദമാക്കാനാണ് കുറെ കാലങ്ങളായി BJP ശ്രമിക്കുന്നത്. അങ്ങനെ BJP ശ്രമിച്ചാൽ തകർക്കാൻ കഴിയുന്ന വ്യക്തിത്വമല്ല രാഹുൽ ഗാന്ധി. അംബേദ്കറെ അധിക്ഷേപിച്ചതിനെതിരെ രാജ്യത്തുയർന്ന ജനരോഷത്തിലെ ശ്രദ്ധ തിരിച്ച് അമിത്ഷായെ സംരക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ BJP വ്യാജ ആരോപണം ഉന്നയിച്ചതെന്ന് K സുധാകരൻ പറഞ്ഞു. നമ്മുടെ പ്രിയങ്കരനായ നേതാവാണ് അംബേദ്കർ. അംബേദ്കർ നമുക്ക് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ, അതുപോലെ തന്നെ മഹാത്മാഗാന്ധിജിയെ പോലെ, അതുപോലെ തന്നെ മറ്റ് രാഷ്ട്ര നേതാക്കളെ പോലെ തന്നെ നമുക്ക് തുല്യനായി നമ്മളെല്ലാം ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന, ഈ രാഷ്ട്രം എന്നും ആഗ്രഹിക്കുന്ന ഒരു നേതാവായി നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ അദ്ദേഹം നിലനിൽക്കുകയാണ്. അദ്ദേഹത്തെ അപമാനിക്കാൻ ഇന്നലെ BJPയുടെ നേതാക്കന്മാർ, അതാര്? അമിത്ഷായെ പോലുള്ള നേതാക്കന്മാർ, ഇന്ത്യ ഭരിക്കുന്ന അമിത്ഷായെ പോലുള്ള നേതാക്കന്മാർ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തെ, ഇന്ത്യയിലെ ഭരണഘടന വിദഗ്ധനെ, ഭരണഘടന എഴുതിയുണ്ടാക്കിയ അംബേദ്കറെ അദ്ദേഹത്തിനെ അപമാനിച്ച് അദ്ദേഹത്തെ തള്ളിയിടാനും, അതുപോലെ രാഹുൽ ഗാന്ധിയെ തള്ളിയിടാനും ഒക്കെ ഇന്നലെ BJPയുടെ MPമാരും നേതാക്കന്മാരും ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം എവിടെ പോകുന്നു? നമ്മുടെ ജനാധിപത്യത്തെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കും? ഈ നാടിന്റെ ജനാധിപത്യം പുലരുമോ? നാളെ ഈ നാട് എന്താവാൻ പോകുന്നു? ഞങ്ങൾക്കൊക്കെ ആശങ്കയാണ്. നമ്മുടെ മനസ്സിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അലതല്ലിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാനും ജനാധിപത്യം നിലനിർത്താനും ഐക്യം സാധ്യമാക്കാനും സ്നേഹത്തിന്റെ സന്ദേശവുമായി തെരുവുകളിലൂടെ 4000-ലധികം കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച നേതാവാണ് രാഹുൽ ഗാന്ധി. വ്യത്യസ്ത മതത്തിലും ഭാഷയിലും സംസ്കാരത്തിലുമുള്ള അനേകായിരം കോൺഗ്രസ് പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിലൂടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യത്തെയും സംസ്കാരത്തെയും സംരക്ഷിച്ചത്. ഭരണഘടനയെ രക്ഷിക്കാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ്. സംഘപരിവാർ ഇന്ത്യൻ ഭരണഘടനയേക്കാൾ പ്രാധാന്യം നൽകുന്നത് മനുസ്മൃതിക്കാണ്. അതിനാലാണ് BR അംബേദ്കറെ അധിക്ഷേപിക്കാൻ BJP തയ്യാറായത്. അമിത്ഷായുടെ പ്രസ്താവനയിലൂടെ
ഇതിലൂടെ BJPയുടെ ദളിത് വിരുദ്ധത പ്രകടമാണ്. ജനാധിപത്യ വിരുദ്ധ നടപടികളുമായി മുന്നോട്ടു പോകുന്ന BJPക്ക് ഭരണഘടനയോടും രാജ്യത്തോടും ഒരു കടപ്പാടുമില്ല. BR അംബേദ്കർക്ക് വേണ്ടി ശബ്ദിച്ചതിന് രാഹുൽ ഗാന്ധിയുടെ പേരിൽ കേസെടുക്കാനാണ് മോദി സർക്കാരിന്റെ തീരുമാനമെങ്കിൽ അതിനെ തന്റേടത്തോടെ നേരിടും. അംബേദ്കറെയും ഇന്ത്യൻ ഭരണഘടനയെയും ഏറെ ബഹുമാനിക്കുന്ന ഇന്ത്യക്കാരുടെ വികാരം വ്രണപ്പെടുത്തിയതിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാപ്പ് പറയണമെന്നും മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നും K. സുധാകരൻ ആവശ്യപ്പെട്ടു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ അഡ്വക്കേറ്റ് PM നിയാസ്, VA നാരായണൻ, സജീവ് മാറോളി, MP അരവിന്ദാക്ഷൻ, ശശി മാസ്റ്റർ, KP സാജു, സുദീപ് ജെയിംസ്, രാജീവൻ പാനുണ്ട, അഡ്വക്കേറ്റ് K. ഷുഹൈബ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേളയ്ക്ക് മുൻപേ പ്രധാന വാർത്തകൾ. അവകാശ ദിനത്തിൽ ധർണയുമായി മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജന്റ് പെൻഷനേഴ്സ്. പെൻഷൻ പാസ്ബുക്ക് എല്ലാവർക്കും വിതരണം ചെയ്യണമെന്ന ആവശ്യം. ബദൽ ജോലി ചെയ്ത കാലയളവ് പെൻഷന് കണക്കാക്കണമെന്നും ഭാരവാഹികൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവകാശ നിഷേധങ്ങൾക്കെതിരെ സംഘടിച്ച് സെറ്റ്കോ. പ്രതിഷേധ സൂചകമായി മാർച്ചും ധർണയും. വികലവും ദീർഘവീക്ഷണവുമില്ലാത്ത നയങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും പ്രതിനിധികൾ. ക്രിസ്മസ് ന്യൂ ഇയറിനായി ഒരുങ്ങി പഴശ്ശി. ഡാം ഗാർഡനിൽ വിവിധതരം പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആഘോഷം നാളെ മുതൽ തുടങ്ങും. ന്യൂ ഇയറും പുതുമകളുടെ പഴശ്ശി ഡാമിൽ കൊണ്ടാടാം. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. കേന്ദ്ര കേരള സർക്കാരുകളുടെ അവകാശ നിഷേധങ്ങൾക്കെതിരെ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് കോൺഫെഡറേഷൻ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കലക്ടറേറ്റിന് മുന്നിൽ മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു. വികലമായതും ദീർഘവീക്ഷണമില്ലാത്തതുമായ നയങ്ങൾ കാരണം സിവിൽ സർവീസ് വിദ്യാഭ്യാസ സഹകരണ മേഖല ദുരിതം അനുഭവിക്കുന്നു. കേരള കേന്ദ്ര സർക്കാരുകളുടെ അവകാശ നിഷേധത്തിനെതിരെയാണ് സമരം നടത്തുന്നതെന്ന് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, കുടിശ്ശികയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഉടൻ അനുവദിക്കുക, ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളയുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, മെഡിസെപ് ഗവൺമെന്റ് പങ്കാളിത്തത്തോടെ കാര്യക്ഷമമായി നടപ്പിലാക്കുക, ഭിന്നശേഷി നിയമത്തിന്റെ പേരിൽ അധ്യാപകരുടെ അവകാശങ്ങൾ തടയുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച് നടത്തിയത്. സെഡ്കോ ചെയർമാൻ KT അബ്ദുൽ ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി. അത് മുഖ്യമന്ത്രി പറയേണ്ട കാര്യമില്ല.
അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രത്യേകമായ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറയേണ്ട കാര്യമല്ല. 6 മാസം കൂടുമ്പോൾ DA പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് കേന്ദ്ര ശമ്പള പരിഷ്കരണത്തിന്റെയും അതുപോലെ തന്നെ കേരള സർവീസ് റൂളിന്റെയും കൃത്യമായ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. ജീവനക്കാരന് എന്തൊക്കെ ആനുകൂല്യങ്ങളുണ്ട് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. എന്നിട്ട് ഇതുവരെ അത് തന്നോ? ഇതുവരെ അത് തന്നിട്ടില്ല. 19% എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസം 5,000 മുതൽ 30,000. കൺവീനർ AP ബഷീർ സ്വാഗതം പറഞ്ഞു. VT മുസ്തഫ അധ്യക്ഷത വഹിച്ചു. P സാജിദ ടീച്ചർ, PC റഫീഖ്, റഹീം ബാണത്തുങ്ക, ഇക്ബാൽ കോയിപ്ര, ഇസ്മായിൽ, P മുഹമ്മദ് സ്വാലിഹ്, KP ഷറഫുദ്ദീൻ, NK റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ SK ആബിദ നന്ദി പ്രകാശനം നടത്തി. കണ്ണൂർ പ്രസ് ക്ലബ്ബും ജില്ലാ വനിതാ ശിശുവികസന ഓഫീസും സംയുക്തമായി മാധ്യമപ്രവർത്തകർക്കായി ക്ലാസ് സംഘടിപ്പിച്ചു. വനിതാ ജീവനക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ നിലവിൽ വന്ന പോഷ് ആക്ട് സംബന്ധിച്ച ക്ലാസ് കണ്ണൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ബിന്ദു CA ഉദ്ഘാടനം ചെയ്തു. അത് 10ൽ കുറവ് ആൾക്കാരുള്ള സ്ഥലങ്ങളിലുള്ള സ്ഥാപനങ്ങളിലുള്ള കേസുകൾ വരുന്നതിന് കൈകാര്യം ചെയ്യുന്നതിനും അതുപോലെ തൊഴിലുടമ തന്നെ എന്തെങ്കിലും തരത്തിൽ അതിക്രമം ചെയ്തു കഴിഞ്ഞാൽ അതിനും അതുപോലെ ഡൊമസ്റ്റിക് ലേബേഴ്സ് നമ്മുടെ വീട്ടിലെ വീട്ടു ജോലിയൊക്കെ എടുക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഉണ്ടാവുന്ന ഇഷ്യൂസ് അത് 10ൽ കുറവായിട്ടുള്ള ഏത് സ്ഥാപനങ്ങളിലെയും ഏത് ഒരാൾ വർക്ക് ചെയ്താലും ഉണ്ടാവുന്ന ഇഷ്യൂസ് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ലോക്കൽ കമ്മിറ്റി. അതുപോലെ തന്നെ ഇന്റേണൽ കമ്മിറ്റികൾ ഇപ്പോൾ ഒരു ഡ്രൈവ് നടക്കുകയാണ്. കേരള സർക്കാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് എല്ലാ തൊഴിലിടങ്ങളിലും അത് സ്വകാര്യമാവട്ടെ ഗവൺമെന്റ് തലത്തിലാകട്ടെ അർദ്ധ സർക്കാർ തലത്തിലാകട്ടെ എല്ലാ സ്ഥാപനങ്ങളിലും ഇന്റേണൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ രജിസ്ട്രേഷൻ നടത്തുന്നതിനുള്ള ഡ്രൈവാണ് ഇപ്പോൾ നടക്കുന്നത്. മാർച്ച് 8-ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് മുഴുവൻ അല്ലെങ്കിൽ ഭൂരിഭാഗം ഓഫീസുകളിലും ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ച് സംസ്ഥാനമായിട്ട് നോട്ടിഫൈ ചെയ്യാൻ പോവുകയാണ്. അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രൈവ്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് C സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലാ ലീഗൽ സർവീസസ് കമ്മിറ്റി പാനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് PO രാധാകൃഷ്ണൻ, ജില്ലാ വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ P സുലജ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ ജില്ലാ ബഡ്സ് സ്കൂൾ എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ കൺവെൻഷൻ കണ്ണൂർ C കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി K മനോഹരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ബഡ്സ് സ്കൂളുകളിൽ സർക്കാർ പ്രഖ്യാപിച്ച ശമ്പളം എല്ലാവർക്കും നൽകണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ആ കുട്ടികളെ നിങ്ങളെ ബഡ്സ് സ്കൂളിനകത്ത് എത്തിക്കുന്നത് എല്ലാ പഞ്ചായത്തിനകത്തും ബഡ്സ് സ്കൂള് നമ്മുടെ ജില്ലക്കകത്ത് യാഥാർത്ഥ്യമായിട്ട് ഇല്ല. കഴിഞ്ഞ ദിവസം എനിക്കൊരനുഭവം ഉണ്ടായി. എൻ്റെ നാട് കോട്ടയം ഗ്രാമപഞ്ചായത്ത് ആണ്. കോട്ടയം ഗ്രാമപഞ്ചായത്തിനകത്ത് ഒരു ബഡ്സ് സ്കൂള് ഇല്ല. തൊട്ടപ്പുറത്തുള്ള കൂത്തുപറമ്പ് നഗരസഭക്കകത്താണ് എൻ്റെ പഞ്ചായത്തിനകത്തുള്ള ഇങ്ങനെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ കൂത്തുപറമ്പ് നഗരസഭക്കകത്തുള്ള സ്കൂളിനകത്താണ് ആ അയക്കുന്ന അവസരത്തിൽ കോട്ടയം ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ ജനകീയാസൂത്രണ പ്രൊജക്റ്റിനകത്ത് വെച്ചിട്ട് ആ കുട്ടികളെ കോട്ടയം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചെലവ് നിർവഹിക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു. MC ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. KP ഹൈമ, PV സിമി, നിഷ ഇടവന, EP സൂര്യ, NT റോഷ്നി തുടങ്ങിയവർ സംസാരിച്ചു. കാലടി സർവകലാശാല കുച്ചിപ്പുടി നൃത്തത്തിലെ ചതുർവിധാഭിനയങ്ങൾ ദക്ഷിണേന്ത്യൻ നാട്യനാടകങ്ങളുമായി ഒരു താരതമ്യ പഠനം എന്ന PhD പ്രബന്ധത്തിന്റെ മൂല്യനിർണ്ണയത്തിൽ അപാകതകൾ കണ്ടെത്തിയതായി ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം ഡോക്ടർ ദിവ്യ നെടുങ്ങാടി. ഈ കാര്യം ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ടവർക്ക് റിപ്പോർട്ട് നൽകിയെങ്കിലും ഇതുവരെ പ്രതികരണമുണ്ടായില്ലെന്നും ദിവ്യ നെടുങ്ങാടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. PhD മൂല്യനിർണ്ണയത്തിന്റെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്നും ഈ കാരണം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനമെന്നും ഡോക്ടർ ദിവ്യ നെടുങ്ങാടി പറഞ്ഞു. ഇതേ ശീർഷകത്തിൽ ഇതേ വിഷയം കൈകാര്യം ചെയ്യുന്ന രമാദേവിയുടെ പ്രബന്ധത്തിന്റെയും മറ്റ് 2 പുസ്തകങ്ങളുടെയും തർജ്ജമയാണെന്നും ഗവേഷണത്തിൽ പൂർവ്വ പാഠങ്ങൾ ചേർത്തു കാണുന്നില്ല എന്നത് 5 അധ്യായങ്ങളുള്ള പ്രബന്ധത്തിൽ കുച്ചിപ്പുടിയും ദക്ഷിണേന്ത്യൻ നാട്യനാടകങ്ങളുമായുള്ള താരതമ്യ പഠനം എവിടെയും കാണാൻ കഴിയുന്നില്ലെന്നതും ഗുരുതരമായ വീഴ്ചകളായി ദിവ്യ റിപ്പോർട്ടിൽ പറയുന്നു. ഗവേഷണ പ്രശ്നത്തെ ആഴത്തിൽ പഠിച്ച് അക്കാദമികമായ ചിട്ടയിൽ കാര്യകാരണങ്ങൾ നിരത്തി സമർത്ഥിച്ച് മുന്നോട്ടു പോകേണ്ട ഒന്നാണ് ഏതൊരു ഗവേഷണ പദ്ധതിയും. അത്തരമൊരു സമീപനം ഈ പ്രബന്ധത്തിൽ കാണാൻ കഴിയുന്നില്ലെന്നും ഇതിൽ
ഗവേഷകയേക്കാൾ ഉപരിയായി മാർഗദർശിക്കും ഭരതനാട്യ ഡിപ്പാർട്ട്മെന്റിനും റിസർച്ച് അഡ്വൈസറി ഡോക്ടർ കമ്മിറ്റിക്കും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ അടുത്താണ് കഴിഞ്ഞ 16-ാം തീയതിയാണ് ഞാൻ അറിഞ്ഞത് ഈ ഒരു ഓപ്പൺ ഡിഫൻസ് വരാൻ പോകുന്നു എന്നുള്ളത്. അതറിഞ്ഞപ്പോൾ ഞാൻ ഉടൻ തന്നെ ഇപ്പോഴത്തെ പ്രോ വൈസ് ചാൻസലറെ സമീപിച്ചു. എന്താണ് ഇതിങ്ങനെ നടന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഓഫീസിലെ ആളുകൾ ചൂണ്ടിക്കാട്ടി ഒരു റിജക്ഷൻ ചെയ്യുകയാണെങ്കിൽ 4ാമതൊരാൾക്കത് അയക്കുകയും അയാൾ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഡിഫൻസിന് പോവാം എന്നുള്ള തരത്തിലൊരു മറുപടിയാണ് എനിക്ക് കിട്ടിയത്. വീണ്ടും 2015 റെഗുലേഷനാണ് പെടുക. കാരണം ഈ വിദ്യാർത്ഥിനി അഡ്മിഷൻ എടുക്കുന്നത് 2015 ഡിസംബറിലാണ്. ഈ പറഞ്ഞ റെഗുലേഷൻ പരിശോധിച്ചപ്പോൾ അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്, റീസബ്മിഷൻ ആവശ്യപ്പെട്ടാൽ 6 മാസത്തിനുള്ളിൽ ഈ പ്രബന്ധം റീസബ്മിറ്റ് ചെയ്യണം എന്നുള്ളത്. അതിനുശേഷം റിജക്ഷൻ ചെയ്താൽ മാത്രമാണ് മറ്റൊരാൾക്ക് ഇത് അയക്കുകയും അത് മൂല്യനിർണ്ണയം വീണ്ടും നടത്താനുള്ളൊരു വിഷയം അവിടെ വരുന്നത്. പ്രബന്ധത്തിലെ അപാകതകൾ പരിഹരിച്ച് പ്രബന്ധം റീസബ്മിറ്റ് ചെയ്യാൻ ഗവേഷകയ്ക്ക് സർവകലാശാല നിർദ്ദേശം നൽകണമെന്നാണ് താൻ നിർദ്ദേശിച്ചിരുന്നത് എന്നും ദിവ്യ പറഞ്ഞു. അന്ന് തന്നെ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞുകൊണ്ട് മെയിൽ VC, പ്രോ വൈസ് ചാൻസലർ, രജിസ്ട്രാർ, ഡീൻ, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്നിവർക്കും അയച്ചിരുന്നു. ഒരു ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറായിട്ട് കൂടി ഒരു വരി മറുപടി പോലും തനിക്ക് ലഭിച്ചില്ലെന്നും ഈ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തന്റെ തീരുമാനമെന്നും ഡോക്ടർ ദിവ്യ നെടുങ്ങാടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സുസ്ഥിര വികസനത്തിന് യുവത എന്ന പ്രമേയവുമായി കണ്ണൂർ സിറ്റി ദീനുൽ ഇസ്ലാം സഭ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS സപ്തദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. ക്യാമ്പ് നീർച്ചാൽ UP സ്കൂളിൽ കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. ഇതുപോലുള്ള നല്ല പൊതുസമൂഹത്തിന് നന്മ ചെയ്യാനുള്ള ഒരുപാട് പ്രവർത്തനത്തിൽ നിങ്ങൾ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ബോണസ് മാർക്കാണ് നിങ്ങൾക്ക് തരുന്നത്. അഡ്മിഷന് ഹയർ സ്റ്റഡീസിനുള്ള ഒരു മാർക്ക് കൂടി കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഞാനും വനിതാ കോളേജിൽ പഠിച്ചതായിരുന്നു, പെൺകുട്ടികൾക്കും പലതും ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ 7 ദിവസം കൊണ്ട് കാണിച്ചു കൊടുക്കണം കേട്ടോ. മാനേജർ C. സമീർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ TP മെഹറൂഫ്, നീർച്ചാൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ അബ്ദുറഹിം മാസ്റ്റർ, അഷ്റഫ് ബംഗാളി മുഹല്ല, ക്യാമ്പ് ഡയറക്ടർ നൌഷാദ് പൂതപ്പാറ, NSS പ്രോഗ്രാം ഓഫീസർ P. ഹസീന, KP ശ്രീനിധ്, VK അനീഷ് കുമാർ, P. ഷമീർ, SK ബഷീർ എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി സിറ്റി പോലീസ് സ്റ്റേഷൻ ശുചീകരണം, ലഹരി നിർമ്മാർജ്ജന ബോധവൽക്കരണം, തെരുവ് നാടകം, പൈതൃക യാത്ര, NSS പൂർവ്വ വളണ്ടിയർ സംഗമം, ആരോഗ്യ ക്ലാസ്, സത്യമേവ ജയതേ, പാഴ്വസ്തുക്കളിൽ നിന്ന് ഉൽപ്പന്ന നിർമ്മാണം, സ്വയം പ്രതിരോധ പരിശീലനം തുടങ്ങിയ ബഹുമുഖ പരിപാടികൾ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. ക്യാമ്പ് 26-ന് സമാപിക്കും. ചടങ്ങിൽ മേയർ മുസ്ലിം മഠത്തിൽ മുഖ്യ അതിഥിയാവും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇത്തവണ കണ്ണൂർക്കാർക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് പുതിയ ഇടം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലുള്ള പഴശ്ശിഡാം ഗാർഡനിലാണ് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഡിസംബർ 22 മുതൽ ജനുവരി 1 വരെയാണ് ഇവിടെ ആഘോഷങ്ങൾ നടക്കുക. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലുള്ള പഴശ്ശിഡാം ഗാർഡനിലാണ് ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത്. ഡിസംബർ 22 മുതൽ ജനുവരി 1 വരെ വിവിധങ്ങളായ സംവിധാനങ്ങൾ ഒരുക്കിയതായി മാനേജർ PP സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത്. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലുള്ള പഴശ്ശി ഡാം ഗാർഡനിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ 22 മുതൽ ജനുവരി 1 വരെ വിവിധങ്ങളായ സംവിധാനങ്ങൾ ഒരുക്കിയതായി അറിയിക്കുന്നു. അത്യപൂർവങ്ങളായ ജീവജാലങ്ങളുടെ വലിയ ഒരു ശേഖരണത്തോടുകൂടി വിപുലീകരിച്ച പെറ്റ്സ് വേൾഡ് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായി പ്രവർത്തനം ആരംഭിക്കും. സ്ലിപ്പ് റോപ്പ്, സൈക്കിൾ റോപ്പ് ഉൾപ്പെടെ 5ഓളം അഡ്വഞ്ചർ റൈഡുകൾ ജില്ലയിൽ പഴശ്ശി ഡാം ഗാർഡൻ്റെ മാത്രം പ്രത്യേകതയാണ്. വാട്ടർ പൂൾ ആക്ടിവിറ്റീസ്, റെയിൻ ഡാൻസ്, ബോട്ടിംഗ് ഉൾപ്പെടെ ജലവിനോദ സംവിധാനങ്ങൾ ഉദ്യാനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അമ്യൂസ്മെൻ്റ് റൈഡുകൾ ഉൾപ്പെടെ 25ഓളം വിനോദോപകരണങ്ങൾ ആഘോഷത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. കാലത്ത് 9 മണി മുതൽ രാത്രി 10 മണി വരെയാണ് പരിപാടികൾ നടക്കുക. 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 20 രൂപയും മുതിർന്നവർക്ക് 40 രൂപയുമാണ് പ്രവേശന ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പാഠപുസ്തകത്തിലെ പാട്ടുകളും നാടൻ പാട്ടുകളും ചെറു കവിതകളുമായി വേസാല ഈസ്റ്റ് ALP സ്കൂളിലെ കുട്ടികൾ ഭാഷോത്സവത്തിന്റെ ഭാഗമായി പാട്ടരങ്ങ് അവതരിപ്പിച്ചു. ചാലോട് ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന പരിപാടി പ്രശസ്ത സിനിമാ സംഗീത സംവിധായകൻ ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നൃത്തം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും അവർ ചെയ്യും. പക്ഷെ ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകുമ്പോൾ പല
വിദ്യാലയങ്ങളിൽ എത്തപ്പെടുമ്പോൾ അവർ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഡൂസ് ആൻഡ് ഡോൺസ് എന്നുള്ളൊരു ഒരു ഡിസിപ്ലിൻ അവരിലേക്ക് വരുന്നതോടെ അവർ കുറേശ്ശെ അവരിലുള്ള കഴിവുകൾ മന്ദീഭവിക്കുന്നതായിട്ട് നമുക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കാണാൻ കഴിയും. പക്ഷേ എന്നാൽ ഇപ്പോഴും അങ്ങനെയല്ല. അതിനൊരു തെളിവാണ് ഇന്ന് ഈ സ്കൂളിലെ കുട്ടികൾ ഇവിടെ കാണിച്ചത്. ഇവിടെ സ്വാഗതം പറഞ്ഞ കുട്ടിയായാലും നമ്മളെ ആദ്യമേ പ്രോഗ്രാമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കൊച്ചു 1ാം ക്ലാസ്സുകാരനായാലും ഒക്കെ നമുക്ക് അതിന് വ്യത്യസ്തമായിട്ട് അവരുടെ കഴിവുകൾ കാണിക്കാൻ ഒരു അവസരം ഇവിടെ നമുക്ക് നേരിട്ട് കാണാനുണ്ടായി. ഇതേ കഴിവുകൾ ഇവരുടെ കയ്യിലില്ലാത്ത ഒരു വ്യക്തിയിൽ ആടാനും പാടാനും അഭിനയിക്കാനും എല്ലാമുള്ള കഴിവുകൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് വിദ്യാലയത്തിൻ്റെ പ്രധാന ചുമതല. പ്രധാന അധ്യാപിക OM ശൈലജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ ഭാഷാശേഷി വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പാട്ടുത്സവം സംഘടിപ്പിച്ചത്. പാട്ടരങ്ങ് പരിപാടി ഏറെ വൈവിധ്യവും ആഹ്ലാദകരവുമായിരുന്നു. തളിപ്പറമ്പ് സൗത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജാൻസി ജോൺ, ഡോക്ടർ TP കലാധരൻ, S സൈജ, കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ KV ഷീജ, വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി P സന്തോഷ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലോട് യൂണിറ്റ് പ്രസിഡന്റ് PK സനീഷ് എന്നിവർ സംസാരിച്ചു. കുട്ടികളായ അനുജയ് ജിതേഷ്, ആദ്യ ജിജീഷ്, സ്വാൻദേവ്, ധീരവ് കൃഷ്ണ, ആരോൺ റോഷിത്, ദക്ഷ് വിനായക്, അൻവിത ഷിജു എന്നിവരാണ് അതിഥികളെ പരിചയപ്പെടുത്തിയതും സ്വാഗതവും നന്ദിയും പറഞ്ഞും ചടങ്ങ് നിയന്ത്രിച്ചത്. നാടൻ പാട്ടുകാരൻ ശരത് മയിൽ, ശ്രീജിത്ത് എന്നിവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. PTA പ്രസിഡന്റ് KT മനോഹരൻ, മദർ PTA പ്രസിഡന്റ് C രൂപ, അധ്യാപകരായ M പ്രവിത, E ശ്രുതി, MM വിജയകുമാരി, മോനിഷ PM, K രമ്യ എന്നിവർ നേതൃത്വം നൽകി. കണ്ണൂർ ജില്ലാ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സമ്മേളനം കണ്ണൂർ C കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. രാജാവിന്റെ വിദ്യാഭ്യാസത്തോടുള്ള ഒരു ഉദാരമായ കാഴ്ചപ്പാട്. പിന്നെ മിഷണറിമാരും ഇപ്പോൾ നമ്മുടെ ബ്രണ്ണൻ കോളേജ് സ്ഥാപിച്ച ബ്രണ്ണൻ സാഹിബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹർമൻ ഗുണ്ടൻ തലശ്ശേരിയിലാണ് അദ്ദേഹം. ജർമ്മനിക്കാരനാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം തലശ്ശേരിയായിരുന്നു. അപ്പോൾ മിഷണറിമാർ നമ്മുടെ നാട്ടിൽ ആ മിഷണറിമാർ നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചു. അപ്പൊ നമ്മുടെ ഇവിടെയുള്ള BMP സ്കൂൾ, പയ്യന്നൂരിലെ BMP സ്കൂളിലെ പാചക തൊഴിലാളി യൂണിയൻ, തലശ്ശേരി BMP സ്കൂൾ, ഇതൊക്കെ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ തുടങ്ങിയ സ്കൂളുകളാണ്. അതുപോലെ കേരളത്തിൽ നിരവധി കോളേജുകളുണ്ട്. ഇപ്പോ ആലുവ UC കോളേജ്, കോട്ടയം CMS കോളേജ്. അധ്വാനഭാരം ലഘൂകരിക്കണമെന്നും വേതനം കൃത്യമായി ലഭ്യമാക്കണമെന്നും സമ്മേളനം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് M പ്രകാശിനി അധ്യക്ഷത വഹിച്ചു. CITU നേതാക്കളായ E സുർജിത് കുമാർ, KV ദേവി, K അനിൽകുമാർ, C രവീന്ദ്രൻ, T ശശി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണ്ണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7100, പവന് 56,800, വെള്ളി 99 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അവകാശ ദിനത്തിൽ ധർണയുമായി മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജന്റ് പെൻഷനേഴ്സ്. പെൻഷൻ പാസ്ബുക്ക് എല്ലാവർക്കും വിതരണം ചെയ്യണമെന്ന ആവശ്യം. ബദൽ ജോലി ചെയ്ത കാലയളവ് പെൻഷന് കണക്കാക്കണമെന്നും ഭാരവാഹികൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവകാശ നിഷേധങ്ങൾക്കെതിരെ സംഘടിച്ച് സെറ്റ്കോ. പ്രതിഷേധ സൂചകമായി മാർച്ചും ധർണയും. വികലവും ദീർഘവീക്ഷണവുമില്ലാത്ത നയങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും പ്രതിനിധികൾ. ക്രിസ്മസ് ന്യൂ ഇയറിനായി ഒരുങ്ങി പഴശ്ശി. ഡാം ഗാർഡനിൽ വിവിധതരം പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആഘോഷം നാളെ മുതൽ തുടങ്ങും. ന്യൂ ഇയറും പുതുമകളുടെ പഴശ്ശി ഡാമിൽ കൊണ്ടാടാം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.